അറിയേണ്ടതുണ്ട്. ഒരു സന്ദർഭത്തിൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ എന്ന് പറയുന്ന നിങ്ങൾക്കെല്ലാം അറിയുന്ന ആളാണല്ലോ, അയാൾ തന്നെ പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഒരു സന്ദർഭത്തിൽ ശ്രീമലതാൻ്റെ അടുത്ത് പോയി, ഞാൻ നിങ്ങളുടെ കൂടെ കൂടുകയാണ്, നിങ്ങളുടെ കൂട്ടിലേക്ക് വരികയാണ്. ഉടനെ ശ്രീമലത അദ്ദേഹത്തോട് പ്രതികരിച്ചത്, നിങ്ങൾ മൂസ നബിയുടെ റൂട്ടിലുള്ള ആളാണ്, ഞാൻ ഖദർ അലി ഇസ്ലാമിൻ്റെ റൂട്ടിലുള്ള ആളാണ്, അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ റൂട്ടിൽ പോവുക, ഞാൻ എൻ്റെ റൂട്ടിൽ. അപ്പോൾ അവർ രണ്ടുപേരും രണ്ട് റൂട്ടിലാണുള്ളത്. അയാൾ പണ്ഡിതന്മാരുടെ റൂട്ടിലും ശ്രീമലതായി ആരിഫ്യങ്ങളുടെ റൂട്ടിലുമാണുള്ളത്. അത് AP-യോട് നേരിട്ട് ശ്രീമലതായി പറഞ്ഞിട്ട് AP തന്നെ പ്രസംഗിക്കുന്നതാണ് എല്ലാ ആണ്ടിലും ശ്രീമലതാൻ്റെ, അല്ലാണ്ട് എൻ്റെ വക ചേർത്തതല്ല. അപ്പോൾ ഓരോ വിഷയത്തിലും ഓരോരുത്തർക്കും നൽകപ്പെട്ട വിജ്ഞാനങ്ങൾ വ്യത്യസ്തങ്ങളാണ്. AP-യുടെ പ്രവർത്തന മേഖല വേറെയാണ്, ബഹുമാനപ്പെട്ട ശ്രീമലതാൻ്റെ പ്രവർത്തനങ്ങൾ വേറെയാണ്. അതുപോലെ തന്നെ EK അബൂബക്കർ മുസ്ലിയാർ എന്ന് പറയുന്ന ശംസുൽ ഉലമ എന്ന് പറയുന്ന വ്യക്തിയുടെ പ്രവർത്തന മേഖല വേറെയാണ്. അപ്പോൾ അവരൊക്കെ ഓരോരുത്തരും ഓരോ റൂട്ടിലുള്ളവരാണ്, വ്യത്യസ്തമായ റൂട്ടിലുള്ളവർ. ബഹുമാനപ്പെട്ട ശ്രീമലിയുള്ളതിനെ പറ്റി അവർ ഇജാസത്ത് കൊടുക്കാറുണ്ടോ എന്നാണ് ചിലർക്ക് സംശയം. കൊടുക്കാറുണ്ട്, ഇജാസത്ത് കൊടുക്കാറുണ്ട്, ത്വരീക്കത്ത് കൊടുക്കാറുണ്ട്. ചിലർ അങ്ങനെ മൂപ്പർ കൊടുത്തിട്ടില്ല, ചിലർ മൂപ്പർ നിസ്കരിച്ചിട്ടില്ല, എന്തൊക്കെയാണ് പറഞ്ഞുണ്ടാക്കുന്നത്. ശ്രീമലിയുള്ളാഹി തങ്ങൾ വഫാത്ത് വരെ നിസ്കരിച്ച ആളായിരുന്നു, വഫാത്ത് വരെ അവർ ത്വരീക്കത്ത് കൊടുത്ത ആളായിരുന്നു, ഇജാസത്ത് കൊടുത്ത ജമ്മിൻ്റെ ഇജാസത്ത് ഈ കാലഘട്ടത്തിൽ നശ്വർ ചെയ്ത ആൾ ശ്രീമലിതാനെ പോലെ വേറെ ആരും ഉണ്ടായിട്ടില്ല. കാരണം അത് വളരെ റെയറാണ്, ആരുടെ കയ്യിലും ഇല്ലാത്തതാണ് ജമ്മിൻ്റെ ഇജാസത്ത്. പക്ഷേ ബഹുമാനപ്പെട്ടവർ അജസ്തുലക്ക ഇജാസത്തൻ ജംഅ, അജസ്തുലക്ക ഇജാസത്തൻ ജംഅ എന്ന് പച്ചക്ക് പറയാറുണ്ട്. അങ്ങനെ എത്രയോ ആളുകൾ ഇന്ന് ജീവിച്ചിരിക്കുന്നുണ്ട്, കിട്ടിയ ആൾക്കാർ, എത്രയോ പണ്ഡിതന്മാർ. അവർ ചോദിച്ചിട്ടൊന്നും കൊടുത്തതല്ല, മൂപ്പരെ കയ്യിലുള്ള മുതൽ മൂപ്പര് അവരുടെ ഔദാര്യം കൊണ്ട് കൊടുത്തതാണ്. അപ്പം ഇജാസത്ത് കൊടുക്കാറുണ്ടോ, എന്തെല്ലാം എത്രയോ ആക്ഷേപങ്ങളും ഒരുപാട് പൊന്തിച്ച് പറയുന്ന ആൾക്കാരുണ്ട്. ഇപ്പം അടുത്തെനിക്ക് അനുഭവം ഉണ്ട്. ഞാൻ എൻ്റെ ഇംഗ്ലീഷിൻ്റെ വിഷയം ഞാനൊരു കഴിഞ്ഞ ഒരിതിൽ പറഞ്ഞിരുന്നു. അപ്പോൾ ബഹുമാനപ്പെട്ട ശ്രീമലിതാനെ പറ്റി ഞാൻ ഇങ്ങനെ ഇംഗ്ലീഷിൻ്റെ വിഷയം പറഞ്ഞപ്പോൾ എന്നോടാണ്, ഞാൻ ഷാഫി ഇമാം ഒരു നായയുടെ പ്രായപൂർത്തി അറിയുന്നൊരു വിഷയം ഒരു ഗ്രാമീണനാണ് പറഞ്ഞു കൊടുത്തത്. അപ്പോൾ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ആ ഗ്രാമീണയിൽ പോയപ്പോൾ ബഹുമാനപ്പെട്ട ഷാഫി ഇമാം എഴുന്നേറ്റ് നിന്നു. ഉടനെ ഈ കക്ഷി എന്നോട് അറിയുക, ഇയാൾക്ക് മടവൂരിനോട് ബഹുമാനമുള്ള പ്രാന്തായി ഇയാൾക്കുള്ളത്. കാരണം എന്താ അറിയോ, മടവൂരിനുള്ള ബഹുമാനം കൊണ്ട് ഷാഫി ഇമാമിനെ ഇടിച്ചു താഴ്ത്തേണ്ട ആവശ്യമില്ല. മൂപ്പര് ഹാഫി ഇമാം എവിടെ കിടക്കുന്നു ചെന്ത് ഒന്നും അല്ലാന്ന്. ശ്രീമലിതാൻ്റെ മണ്ണിൽ നിന്നൊരു വിഡ്ഢി പറഞ്ഞാണ് എന്നോട്. പക്ഷേ ശ്രീമലിതാക്ക് ഇഷ്ടപ്പെട്ടില്ല. ആ കക്ഷിയെ മടവൂർ കോമ്പൗണ്ട് തന്നെ തൂത്തെറിഞ്ഞ് കളഞ്ഞു. ആരാണെന്ന് ഞാൻ പറയുന്നില്ല, വ്യക്തി ആക്ഷേപം നമുക്ക് പറ്റില്ലല്ലോ. പക്ഷെ എനിക്കറിയാം, അയാൾക്കും അറിയാം. അയാൾ എന്നോട് പറഞ്ഞു, ഷാഫി ഇമാം എന്താണെന്ന് ചോദിച്ച്. ഷാഫി ഇമാം ശ്രീമലിതാൻ്റെ ഗുരുനാഥൻ, വെറുതെ പറയേണ്ടത്. അപ്പോൾ ശ്രീമലിതാനുള്ള അന്ധമായിട്ടുള്ള ചില അത് രണ്ടും ശരിയല്ല. ഒരാളെ അധികമായി പ്രശംസിച്ച് പറയുക, ഇല്ലാത്തത് പ്രശംസിച്ച് പറയുക, ഇല്ലാത്തത് ഉണ്ടാക്കി പറയും, ഇത് രണ്ടും പറ്റൂല. നമ്മൾ പറയുമ്പോൾ ആധികാരികത ഉണ്ടാകണം. അപ്പോൾ ശ്രീമലിയുള്ളാഹി തങ്ങൾ ഏറെ പരിഗണിക്കുന്ന, അംഗീകരിക്കുന്ന, ഉൾക്കൊള്ളുന്ന, സ്വന്തം ജീവിതത്തിൽ ഉൾക്കൊണ്ട മഹാനാണ് ഇമാം ഷാഫി. അപ്പോൾ ശ്രീമലിതാനുള്ള ബഹുമാനം പറഞ്ഞ് ഇവരെന്താക്കി, ഷാഫി ഇമാമിനെ ഇടിച്ചു താത്തി. അതൊന്നും പറയാൻ പറ്റൂല. ആർക്കും ആരെയും ആക്ഷേപിക്കാനോ താഴ്ത്തി പറയാനോ പറ്റൂല. ശ്രീമലിതാനുള്ള ബഹുമാനം അത് വലിയ ഒരു ഇബാദത്താണെന്ന് നമ്മൾ മനസ്സിലാക്കുക, അത് മുറുകെ പിടിക്കുക, മുന്നേറുക. അല്ലാതെ അവരോടുള്ള അന്ധമായ അടുപ്പമാണെന്നൊക്കെ പറഞ്ഞിട്ട് വായി തോന്നിയൊന്നും പറയാൻ നിർവാഹമില്ല. ചിലരൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു ദിവസം ഒരാൾ പെട്ടെന്നൊരു മുല്യാർ, അയാൾ അവിടെ മടവൂർ ഇമാമത്ത് നിൽക്കുന്ന ആളാണ്. മൂപ്പര് എന്നോടാണ്, എനിക്കൊരു സിഹറുണ്ട്, ഞാൻ ശംസുൽ ഉലമനെ സിയാറത്ത് ചെയ്യാൻ പോവുകയാണ്. ഈ ശംസുൽ ഉലമ എന്ന് പറയുന്ന പണ്ഡിതൻ ശ്രീമലിയുള്ളാഹിനെ ഒരുപാട് ബഹുമാനിച്ച വ്യക്തിയാണ്. കാരണം എന്നോട് തന്നെ ശ്രീമലിയുള്ളാഹിനെ പറ്റിയിട്ട് EK-യുടെ പ്രസംഗം കേട്ട ഒരാളെന്നോട് പറഞ്ഞിട്ടുണ്ട്. വയനാട്ടിലൊരു കൊടുമ്പിരി കൊണ്ട ഒരു ചർച്ചയുണ്ടായിരുന്നു, ഒരു വിവാദ ചർച്ച. ചിലർ ശ്രീമലിയുള്ളാഹിനെ അംഗീകരിക്കുന്നില്ല, ചിലർ ശ്രീമലിയുള്ളാഹിനെ അംഗീകരിക്കും. അതിന് ഖതമ് ചെയ്യാൻ പോയ ആളാണ് EK അബൂബക്കർ മുസ്ലിയാർ, ശംസുൽ ഉലമ എന്ന് പറയുന്ന EK അബൂബക്കർ മുസ്ലിയാർ.
അവർ പ്രസംഗിച്ച കേട്ട ആളെന്നോട് പറഞ്ഞിട്ടുണ്ട്, CM വലിയല്ലെങ്കിൽ ലോകത്തൊരാളും വലിയല്ല എന്ന്. അത്രയേറെ CMനെ ബഹുമാനിക്കുന്ന ആളായിരുന്നു AK അബൂബക്കർ മുസ്ലിയാർ. മനസ്സിലാവും. അപ്പോൾ CM വലുതാൻ്റെ എത്രയോ താഴെയുള്ള ആളാണ് മൂപ്പർ മർത്തബയിൽ. മനസ്സിലാവും. എന്നിട്ടാണ് ഈ കക്ഷി എന്താക്കുന്നത്, സിഹർ ബാത്തിലാക്കാൻ വേണ്ടിയിട്ട് മടവൂരിന്ന് ഈക്കേൻ്റെ ഖബർ സിയാറത്ത് പോകുന്നത്. ഇത് ആക്ഷേപിച്ച് പറയുകയല്ല. അപ്പോൾ ഓരോരുത്തർ CMനെ മനസ്സിലാക്കിയ കഥയാണ് ഞാൻ പറയുന്നത്. ഈ ഓരോന്നിനും ഓരോ മരുന്നുണ്ട്, അത് അവരിൽ നിക്ഷിപ്തമാണ്. ബഹുമാനപ്പെട്ട AK അബൂബക്കർ മുസ്ലിയാർ അറിയപ്പെട്ട മുദ്രിസാണ്, ഒരുപാട് പണ്ഡിതന്മാർ ഉസ്താദാണ്, നന്ദി കോളേജിൻ്റെ പ്രിൻസിപ്പളായിരുന്നു, ഒക്കെ നമുക്കറിയാം. അദ്ദേഹത്തിൻ്റെ റൂട്ട് പണ്ഡിത റൂട്ടാണ്, ആരിഫ്യങ്ങളുടെ റൂട്ടല്ല. ഞാൻ ആണിട്ട് പറയും, അതിനുള്ള തൻ്റെ ഇടം എനിക്കുണ്ട്. അദ്ദേഹം എൻ്റെയും കൂടി ഗുരുനാഥനാണ്. അപ്പോൾ എനിക്ക് നന്നായിട്ട് അറിയാലോ മൂപ്പരെ. അപ്പോൾ ഓരോരുത്തർ സ്വന്തം എന്താക്കുക എന്ന് വെച്ചാൽ വായി തോന്നിയ പറയുകയാണ്. അപ്പോൾ വേറൊരാളെ താഴ്ത്തി പറയുക. നമ്മളെപ്പോഴും ഒരാളെ മനസ്സിലാക്കിയിട്ട് വിലയിരുത്തി പോകണം. അവർ CM വലുതാനെ വളരെ ബഹുമാനിച്ച, CM വലുതാനെ ലോകത്തിന് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി ജീവിച്ച ഒരാളാണ് AK അബൂബക്കർ മുസ്ലിയാർ. അവരൊന്നും അങ്ങനെ CM വലുതാനെ ഇകഴ്ത്തി പറയുകയൊന്നും ചെയ്തിട്ടില്ല. ചിലർ ഈക്കനോടുള്ള മുഹബത്ത് മൂത്ത ചില പ്രാന്തന്മാർ വായി തോന്നിയത് പറയാറുണ്ട്. അവർ തന്നെ AP-യോട് മുഹബത്ത് മൂത്ത ചില ആളുകൾ എന്തൊക്കെയോ പറയാറുണ്ട്. ഇതൊന്നും അല്ല, വസ്തുതകളാണ്. നമ്മളൊരിക്കലും എന്താക്കരുത്, ആവശ്യമില്ലാത്ത ചർച്ചകളും കോലാഹലങ്ങളും ഉണ്ടാക്കി ലോകത്ത് വിധം. ഇത് CM വലുതായി ഞാൻ ഇപ്പോൾ AP-AK വിഷയം പറയുക. AP-AK വിഷയത്തിൽ ഞാൻ CM വലുതാൻ്റെ അടുത്ത് പോയിട്ടുണ്ട്. ഞാൻ പോയി ചോദിച്ചു മൂപ്പരോട്, എൻ്റെ നാട്ടിൽ കൂരാച്ചുണ്ടിൽ 2 സിലബസിൽ മദ്രസ നടക്കുന്നൊരു നാട് കേരളത്തിലുള്ള അതാണ്. ഒരേ ബിൽഡിങ്ങിൽ AP-ൻ്റെയും EK-ൻ്റെയും സിലബസ് അനുസരിച്ച് ഒരേ മദ്രസ ബിൽഡിങ്ങിൽ 2 സിലബസിൽ മദ്രസ നടക്കുന്ന നാടാണ് കൂരാച്ചുണ്ട്. അവിടെ വലിയ പ്രശ്നം ഉണ്ടായപ്പോൾ ഞാൻ CM വലുതായി കോഴിക്കോട് മൂപ്പൻ്റെ വീട്ടിലുണ്ട്. ഞാൻ നേരെ CM വലുതാൻ്റെ അടുത്ത് കയറി ചെന്നു. ഞാൻ പറഞ്ഞു, എൻ്റെ നാട്ടിൽ ജനങ്ങൾ 2 ചേരിയിലാണ്. അപ്പോൾ എന്നോട് എന്താണ് പ്രശ്നം? ഞാൻ പറഞ്ഞു, AP-AK പ്രശ്നം. അപ്പോൾ ഉടനെ ബഹുമാനപ്പെട്ടവനോടാണ്, AP-EK 2 അവർ 2 എന്ന് വെച്ചാൽ 2 പേരും സുന്നത്ത് ജമാഅത്തിൻ്റെ ആളുകളാണല്ലോ എന്നാണ് പറഞ്ഞതിൻ്റെ താല്പര്യം. അവരാ എന്നോട് പറഞ്ഞത്. എൻ്റെ ഈ കലാമു റബ്ബ് കേൾക്കുന്നുണ്ട്, കളവല്ല ഞാൻ ഈ പറയുന്നത്, ഞാൻ ശിക്ഷിക്കപ്പെടും കളവാണ് പറഞ്ഞതെങ്കിൽ. അപ്പം AP-EK 2 എന്ന്. ഉടനെ പിന്നെ എന്നോട് തമാശയായിട്ട് ചോദിച്ചു, ഇങ്ങനെയും ആളുകൾ കളവ് പറയുമെന്ന് ചോദിച്ചു. ഞാൻ എന്നോട് തമാശ പറഞ്ഞതാണ്, ഇങ്ങനെയും ആളുകൾ കളവ് പറയുമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, പിന്നെ എന്നോട് ചോദിച്ചു, ഇനി AP-EK 2 നോക്കുക, ജനങ്ങൾ എന്തിനാ തമ്മിൽ തല്ലുന്നതെന്ന് ചോദിച്ചു എന്നോട്. ഇതെന്നോട് ചോദിച്ചതാണ്. അതിനുശേഷം ബഹുമാനപ്പെട്ടവരോട് ഞാൻ പറഞ്ഞു, അത് ആ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ദുആ ചെയ്യണം. ഉടനെ മൂപ്പര് ശൈലി വേറെയാണ്. മൂപ്പര് പറഞ്ഞു, ആ ഫിത്ര നീങ്ങും എന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ നാട്ടിൽ നിന്ന് ഒരു അടി ഒഴിവാക്കി കിട്ടി. ഇപ്പോഴും സംഗതി അവിടെ കിടപ്പുണ്ട്. അവൻ പറയുകയാണ്, ഇത് എനിക്കുള്ള അനുഭവ സാക്ഷ്യമാണ്, അല്ലാതെ ഒരു വിവാദം ഉണ്ടാക്കാൻ പറയില്ല. ഞാൻ ഈ പറഞ്ഞതിൽ വല്ല തെറ്റിദ്ധാരണയും വിലക്കുന്നു. ഞാൻ പറയട്ടെ, അവർ 2 പേരും ഇപ്പോൾ AP ആയാലും EK ആയാലും നമ്മൾ തമ്മിൽ തല്ലേണ്ടവരല്ല. അതാണ് CM പറഞ്ഞത്. AP-EK 2 നോക്കുക, ജനങ്ങൾ എന്തിന് തമ്മിൽ തല്ലുന്നു എന്നാണ് ചോദിച്ചത്. ആ തമ്മിൽ തല്ല് ജായിസല്ല സുഹൃത്തെ. AP-യുടെയും EK-യുടെയും പ്രശ്നം പറഞ്ഞിട്ട് നമ്മൾ തമ്മിൽ തല്ലി നശിക്കാൻ പാടില്ല. അവർ 2 പണ്ഡിതന്മാരാണ്. അവർ നമ്മൾക്ക് ഉസ്താദന്മാരായിരിക്കും, ചിലപ്പോൾ നമുക്ക് സുഹൃത്തുക്കളായിരിക്കും, ആരാണെന്നറിയാം. ഓരോരുത്തരായിട്ടുള്ള ഓരോ ബന്ധങ്ങളുണ്ടാവും. അപ്പം അത് നമ്മൾ മാനിച്ചേ പറ്റൂ. ഏതായാലും ഞാൻ പറയും, ഇടയ്ക്ക് കയറിപ്പെട്ട അവർ 2 പേരും എന്നേക്കാൾ നല്ല വ്യക്തികളാണ്. ഞാനവർ ആക്ഷേപിച്ചൊന്നും പറയുന്നില്ല. ഇനി പിന്നെ അതൊരു വിവാദമാക്കണ്ട. അങ്ങനെ ഉണ്ട്. എന്തെങ്കിലും ഒരു മൂക്കട്ട കയറി കിട്ടിയാൽ അതെന്താക്കും, പടംബലിക്ക് ഉപയോഗിക്കുന്ന കയറാക്കി മാറ്റുന്ന ആളുകളുണ്ട്. വിവാദത്തിലൊന്നും ഇവിടെ സമയമില്ല. നോ ടൈം ഈസ് അറ്റ് ഓൾ ടു വേസ്റ്റ്. ദുരുപയോഗം ചെയ്യാൻ സമയമില്ല. കാരണം ഞാൻ മരിക്കാനായ ആളാണ്. കാരണം 50 വയസ്സ് കഴിഞ്ഞു. നമുക്ക് എന്താക്കിയെന്ന് പറഞ്ഞാൽ സിഗ്നലൊക്കെ വന്ന് നരയൊക്കെ ബാധിച്ചു തുടങ്ങി. ഇനിയിപ്പോൾ വിവാദമൊക്കെ ഉണ്ടാക്കി നേരം കളയാൻ നേരമില്ല. കാരണം ഇത് വേറെ ആൾ ചെയ്യുന്ന വീഡിയോ ആണ്. അപ്പോൾ ഈ വീഡിയോയുമായിട്ട് നിങ്ങൾ നല്ലതവണ്ണം സഹകരിക്കണം. കാരണം എൻ്റെ ഈ വിഷയം നിങ്ങൾക്ക് എനി ഡൗട്ട്സ് നിങ്ങൾക്ക് യു ക്യാൻ അപ്രോച്ച് മീ. ഐ വിൽ ഇൻഷാല്ലാ ക്ലിയർ ഇൻഷാല്ലാ. ഞാൻ പറഞ്ഞ എന്ത് വിഷയത്തിൽ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ അത് എൻ്റെ വിഷയമാണല്ലോ. ഇൻഷാ അല്ലാഹ് അള്ളാഹുവിൻ്റെ സഹായം കൊണ്ട് ഞാനത് നിങ്ങൾക്ക് ക്ലിയർ ചെയ്തു തരും. വേറൊരു വിവാദ വിഷയം ഇതില്ല.
ഞാനീ പറഞ്ഞതൊക്കെ നല്ലതിന് വേണ്ടിയാണ്. ഇനിയിപ്പോൾ എൻ്റെ ശൈലിയിൽ ചിലപ്പോൾ എന്താവും അപാകതകളുണ്ടാവും. മനുഷ്യനാണല്ലോ, തെറ്റുകുറ്റങ്ങൾ വരും. എൻ്റെ ഖുലിഖൽ ഇൻസാനുള്ള ഈഫ എന്ന് ഖുർആൻ തന്നെയാണ് പറഞ്ഞത്. മനുഷ്യനെ ദുർബലനായിട്ടാണ് പഠിച്ചത്. ദൗർബല്യം ആണ് അതിൻ്റെ ഭാഗമായിട്ട്. ഞാൻ വേറെ ഒരാളെ ഇപ്പോൾ ഒന്നും മോശമായിട്ട് ഞാനിത് പറയുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, എന്നെക്കാൾ ഉത്തമന്മാരാണ് അവർ. ഇനി വേണേൽ ഇക്കേനേക്കാൾ എപ്പിനേക്കാൾ അറിവുള്ള ആളെന്ന് പറഞ്ഞതൊന്നും ഇങ്ങോട്ട് വരരുത്. എനിക്ക് സ്വന്തം നിലയിൽ ഒരു മണ്ണാങ്കട്ടി എൻ്റെ കയ്യിലില്ല. ഞാൻ എപ്പോഴും പറയാറുണ്ട്, എന്നെക്കാൾ മ്ലേച്ഛനായൊരു മനുഷ്യനും ലോകത്തില്ല എന്ന് ആത്മാർത്ഥമായിട്ട് സ്വയം മനസ്സിലാക്കിയൊരു മനുഷ്യനെ ഞാൻ. നിങ്ങളെന്തോ പറഞ്ഞോ, നിങ്ങളെ ഞാൻ നല്ല ആളാന്ന് പറഞ്ഞ് ചിലപ്പോൾ പടക്കാൻ, ഇതൊന്നും എൻ്റെ വിഷയമല്ല, നമ്മുടെ വിഷയവുമല്ല. നമുക്ക് എന്താണുള്ളതെന്ന് നമുക്ക് എന്നെപ്പറ്റി ഒന്നും എനിക്കറിയാം. സീറോ ബാലൻസാണ് എന്നെപ്പറ്റിയുള്ള എൻ്റെ അറിവ്. എന്നെ പറ്റിയുള്ള എൻ്റെ സാക്ഷ്യമാണ് പറഞ്ഞത്. എന്നെപ്പറ്റി എനിക്ക് സീറോ ബാലൻസാണ്. എൻ്റെ കയ്യിൽ ഒരു നന്മയുമില്ല. പിന്നെ ഞാൻ മനസ്സിലാക്കി, എനിക്കെന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് സീമലിതായി മുഖാന്തരം കിട്ടിയതാണ്. അത് നഅമത്താണ്, അല്ലാതെ എനിക്കുള്ള നന്മയല്ലത്. അത് അള്ളാഹ് ചെയ്ത അനുഗ്രഹമാണ്. അതിന് ഞാൻ നന്ദി ചെയ്യാൻ ബാധ്യസ്ഥനുമാണ്. അല്ലാതെ ഞാൻ സ്വന്തം നിലയിൽ നല്ല ഒരാളൊന്നുമല്ല. അതൊന്നും നിങ്ങൾ കുട്ടിഘോഷിക്കാനോ, ഞാൻ അങ്ങനെ തന്നെയാണ് എന്നെപ്പറ്റി പരിചയപ്പെടുത്താറ്. അപ്പോൾ ബഹുമാനപ്പെട്ട സീമലിയുള്ളാഹിയായിട്ട് ബന്ധപ്പെടാൻ കഴിഞ്ഞ വലിയൊരു അനുഗ്രഹം അല്ലാഹു തആല എനിക്ക് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അവരെ കൊണ്ട് രക്ഷപ്പെടുക എന്നൊരു പ്രതീക്ഷയും എനിക്കുണ്ട്. അല്ലാതെ സ്വന്തം നിലയിൽ പ്രതീക്ഷ യാതൊന്നുമില്ല. അപ്പോൾ നമ്മൾ അല്ലാഹു തആല അവരുടെ പൊരുത്തത്തിൽ തൃപ്തിയിലൊക്കെ ആക്കട്ടെ. അവരുടെ വിഷയത്തിൽ എന്തെങ്കിലും ഡൗട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താക്കാം, ചോദിക്കാം. എൻ്റെ അറിവ് വെച്ച് അത് നീക്കിത്തരാൻ ഞാൻ ബാധ്യസ്ഥനാണ്. ഞാൻ അവരോട് കടപ്പാടുള്ള ആളാണ്. കാരണം അവരെ കൊണ്ട് എൻ്റെ ആഹാരവും ദുനിയാവും ഒക്കെ അവരെ കൊണ്ടാണ് അല്ലാഹു തആല ചലിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാ വിഷയവും ഞാൻ അരി വാങ്ങുന്നത് വരെ അവരുടെ ബർക്കത്ത് കൊണ്ടാണ്. എനിക്കൊരുപാട് അനുഭവങ്ങളുണ്ട്. ഞാൻ ചിലപ്പോൾ ഒരു പൈസക്കും ഗതിയില്ലാണ്ടാകുമ്പോൾ ബഹുമാനപ്പെട്ടവരുടെ പോയി പറയും, വേറെ ആരും പറയില്ല, എനിക്കിങ്ങനെ അരി വാങ്ങാൻ വിഷമമുണ്ട്, അരി എത്തിക്കണം. ഈ കൊറോണ ബാധിച്ചപ്പം ഇത് അനുഭവത്തിൻ്റെ ഒരു അനുഭവമാണ് പറയുന്നത്. കൊറോണ വരുന്ന വിഷയമൊന്നും എനിക്കറിയില്ല. ഞാനിപ്പോൾ ഇവർക്ക് കാണിച്ചു കൊടുക്കും ഇൻഷാ അല്ലാഹ്. ഞാൻ ഒരു 150 രൂപ എടുത്തിട്ട് സീമലുല്ലാൻ്റെ മുഖഭാഗത്ത് വെച്ചു. പടിഞ്ഞാറ് വശത്താണ് അവരുടെ മുഖഭാഗമുള്ളത്, ആ മുരിയാർ നിൽക്കുന്ന സൈഡ്. നമ്മൾ നിൽക്കുന്നത് കയറി വരുന്ന ഭാഗം അവരുടെ കാൽഭാഗമാണ്. അപ്പോൾ കിബിലയുടെ വശത്തേക്കാണ് മുഖഭാഗം. ആ ഭാഗത്ത് ഒരു 150 രൂപ നിലത്തോടെ വെച്ചു. എന്നിട്ട് ഞാൻ പറഞ്ഞു, ഇനി എൻ്റെ വീട്ടിൽ പൈസ മുട്ടരുത്. ഈ കൊറോണ വരുന്നതിന് മുമ്പ് ഞാൻ ചെയ്തൊരു ആ കാര്യം പറയുന്നത്, എൻ്റെ ഒരു അനുഭവം. അങ്ങനെ ഞാൻ ആ പൈസ എന്താക്കി, ആ പൈസ ഇപ്പോഴും എൻ്റെ ബാഗിലുണ്ട്. പടച്ചോൻ്റെ വേണ്ടുകൊണ്ട് ഇന്ന് വരെ പൈസ മുട്ടിയിട്ടില്ല. കാരണം നിങ്ങൾക്കെല്ലാം അറിയാലോ, കൊറോണ വന്നപ്പോൾ പലരുടെയും കഞ്ഞിമുടി മുട്ടി, പലരുടെയും ജോലികൾ നഷ്ടപ്പെട്ടു, വരുമാനങ്ങൾ മുട്ടി, ഒരുപാട് കോലാഹലങ്ങൾ ഇവിടെ ഉണ്ടായി. പക്ഷേ അള്ളാഹുവിൻ്റെ വേണ്ടുകൊണ്ട്, സീമലുല്ലാൻ്റെ കറാമത്ത് കൊണ്ട് ഇപ്പോഴും ഞാൻ ഇസ്സത്തിൽ ജീവിക്കുന്നുണ്ട്, നല്ല സുഭിക്ഷമായ ഭക്ഷണം കഴിക്കുന്നുണ്ട്. ആ 150 രൂപ ഇപ്പോഴുമുണ്ട്. എൻ്റെ ഒരു അനുഭവം. കാരണം മരണശേഷമുള്ളതും അനുഭവ സാക്ഷ്യമാണ്. അത് പറഞ്ഞാൽ നേരം വെളുത്തു ഒരുപാട് സംഭവങ്ങൾ പറഞ്ഞാൽ തീരാത്ത സംഭവങ്ങളുണ്ട്. അപ്പോൾ ഞാൻ അവരെപ്പറ്റി പറഞ്ഞത് നിങ്ങൾ മറന്നു പോകേണ്ട. ഈ ഒരു 10-700 കൊല്ലമായിട്ട് അവരെ പുറത്ത് ഒരാൾ ഈ മണ്ണിൽ വന്നിട്ടില്ല. ഞാൻ കേട്ടത്, അവർ പറഞ്ഞതായിട്ട് ഞാൻ ഒരു അറിവ് കേട്ടിട്ടുണ്ട്, ഇനി അവരെ പുറത്ത് ഒരാൾ വരികയുമില്ല എന്നാണ്. അപ്പോൾ നിങ്ങൾ ഇമാം മഹദിയൊന്നും ഇവരെ കാറ്റഗറിയിൽപ്പെട്ടില്ല. അവർക്ക് വേറൊരു ലോകമാണ്. അതൊക്കെ ആദ്യമേ പറഞ്ഞു വെച്ച ലോകമാണ്. ഈസനവിയും വരുമല്ലോ. അപ്പോൾ ഈസനവിയോ എന്നൊക്കെ ചോദിക്കും. അങ്ങനൊന്നും ഇങ്ങോട്ട് ചോദിക്കേണ്ട. പരിധി വിട്ട ചോദ്യങ്ങളൊന്നും വേണ്ട. ഉള്ളത് തന്നെ ചോദിക്കാൻ ഒരുപാടുണ്ടല്ലോ. പിന്നെ ഇനി നമ്മൾ മനസ്സിലാക്കുക, എല്ലാ സംശയത്തിനും ആർക്കും മറുപടി പറയാൻ പറ്റില്ല. ഇഹ്യാ ഉലുമുദ്ദീനിൽ തന്നെ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനോട് 10 കാര്യം ചോദിച്ചാൽ ഒരു കാര്യത്തിന് മറുപടി പറയുമെന്നും 9 ലാ അദ്രി എന്നാണ് പറയുക. അങ്ങനെ തന്നെ നിസ്ഫുൽ ഇൽമി ലാ അദ്രി, ഞാൻ ഇൽമിൻ്റെ പകുതി എനിക്കറിയില്ല എന്നതാണ് എന്ന് ഒരു രേഖയുണ്ട്. അപ്പോൾ വേണ്ടാത്തതൊന്നും പറഞ്ഞ് നമ്മൾ കോലാഹലങ്ങൾ ഉണ്ടാക്കരുത്. സീമലുല്ലാൻ്റെ പേരിൽ അവരെ നമ്മൾ പല ആളുകളും പല രീതിയിലും വേഷം കെട്ടിയിട്ട് മടവൂരൊക്കെ കാണാം. ഒന്നും നിങ്ങൾ മനസ്സിലാക്കിക്കോളി, വേഷം കെട്ടൊന്നും വിജയിക്കില്ല. നേർക്ക് നേരെ നമ്മൾ അവരെ എത്തിമാത് ചെയ്ത് അഥവാ അവരെ ഉപയോഗപ്പെടുത്തിയാൽ നമുക്ക് 2 ലോകത്തും രക്ഷപ്പെടാൻ സാധിക്കും. അതാണ് എനിക്ക് നിങ്ങളോട് ഈ സന്ദർഭത്തിൽ അവരുടെ വിഷയത്തിൽ പറയാനുള്ളത്. എന്നോട് ഒരു സഹോദരൻ, ആൾ എൻ്റെ നാട്ടിലുള്ള ആളാണ്. അപ്പോൾ അവർ 2-3 നാളൊരിക്കൽ എന്നെ സമീപിച്ച് ഒരു സ്ഥലത്ത് പോകാൻ വേണ്ടി വന്നപ്പോൾ അവരെന്നോട് സീമലുല്ലാൻ്റെ ഇത് കിട്ടാൻ വേണ്ടി ഞാനോട് പറഞ്ഞു, നിങ്ങൾ സീമലുല്ലാൻ്റെ പേരിൽ യാസീൻ ദായിമാക്കുക എന്ന് പറഞ്ഞു.
സീമലതാൻ്റെ പേരിൽ യാസീൻ ദായിമാക്കുക എന്ന് പറഞ്ഞു. പലരും ചോദിക്കുന്ന ചോദ്യമാണ്, സീമലതായിട്ട് ബന്ധം കിട്ടാൻ എന്താണ്? നിങ്ങളുടെ മനസ്സിലായിക്കോളൂ, അതുപോലെ പ്രവർത്തിച്ചോളൂ. അപ്പോൾ സീമലതാൻ്റെ പേരിൽ യാസീൻ ഓതണമെന്ന് പറഞ്ഞു. അവനെ കഴിഞ്ഞ ദിവസം അതിൽപ്പെട്ടൊരു കുട്ടി എന്നെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, ഉസ്താദെ ഒരു അനുഭവം ഉണ്ടായി, ഷെഹുനാനെ കിനാവ് കാണാൻ സാധിക്കൂ. ഈ കിനാവ് ഞാൻ വിവാദമാക്കാൻ പറയല്ലോ കേട്ടോ, മനസ്സിലായെങ്കിൽ. അപ്പോൾ അത് രേഖയാണ്. ബഹുമാനപ്പെട്ട കൗസുല്ലാനന്ദങ്ങളുമായിട്ട് ബൈഅത്ത് ചെയ്തതായിട്ട്, അവരുടെ മരണശേഷം ബൈഅത്ത് ചെയ്തതായിട്ട് കിതാബിൽ രേഖപ്പെടുത്തി കാട്ടിയിട്ടുണ്ട്. അപ്പം സീമലുള്ളാഹി തങ്ങൾ എന്താക്കി, ആ കുട്ടിക്ക് ദിക്ർ ചൊല്ലാൻ സ്വപ്നത്തിലൂടെ നിർദ്ദേശം കൊടുത്തു. അത് ഏതാണ്ട് സുബൈൻ്റെ മുമ്പാണ്, തഹജ്ജുദിൻ്റെ സമയത്താണ്. അതിനുശേഷം ആ കുട്ടി തഹജ്ജുദ് നിസ്കരിക്കുകയും ചെയ്തു. അപ്പോൾ അയാൾ പറഞ്ഞു അത് രഹസ്യമാണെന്ന് പറഞ്ഞാൽ നോട്ടീസ് അടിക്കടിയിട്ടൊന്നും പറഞ്ഞു, അതുകൊണ്ട് ആ പേര് പറയാത്തത്. അപ്പോൾ സീമലുള്ളാഹിൻ്റെ ബന്ധം കിട്ടാൻ വേണ്ടിയിട്ട് ഒരു അമലി പറയുകയാണ്, ഒന്നുകിൽ ഒരു യാസീൻ, കുറഞ്ഞതൊരു യാസീനെങ്കിലും എന്താക്കുക, അവരുടെ പേര് ദായിമാക്കുക. അപ്പോൾ അത് ഇടയ്ക്ക് പറയാനുള്ള കാരണം എന്താണ്, പല ആളുകൾ സീമലുള്ളാഹിൻ്റെ ബന്ധം കിട്ടാൻ വേണ്ടിയിട്ട് എന്താണ് ഞാൻ ചെയ്യേണ്ടത് എന്നോട് സംശയം ചോദിക്കാറുണ്ട്. അപ്പം സീമലുള്ളാഹി തങ്ങളുടെ പിന്നെ എന്നോട് ചിലർ സീമലുള്ളാഹിൻ്റെ കീഴിലായിട്ട് കൊടുക്കുന്ന ആളുകളുണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ അതിൽപ്പെട്ട ഒരു പ്രധാനിയായിരുന്നു സീമലുള്ളാഹി എന്നെ നിശ്ചയിച്ചാട്ടോ, ഞാൻ നിശ്ചയിച്ചൊന്നല്ല. ഒന്ന് കണാശ്ശേരി അഹമ്മദിയായിരുന്നു, അവർ വഫാത്തായിപ്പോയി. പിന്നെ ഒന്ന് വൈലത്തൂർ യൂസുഫ് തങ്ങളായിരുന്നു, അവർ വഫാത്തായിപ്പോയി. പിന്നെ ഞാൻ വൈലത്തൂർ തങ്ങളിൽ നിന്ന് ചില സംഗതികൾ, അവരുടെ വഴിയുള്ള ചില സംഗതികൾ ചോദിച്ചു വാങ്ങിയിട്ടുണ്ട് വിതരണം ചെയ്യാൻ വേണ്ടിയിട്ട്. അത് ഞാൻ കൊടുക്കാറുമുണ്ട്. അതിലൊന്നും ഈ വ്യക്തി താല്പര്യങ്ങളൊന്നുമില്ല. കാരണം ഒരു അമാനത്ത്, സൂക്ഷിപ്പ് മുതലാണത്, അത് കൈമാറേണ്ടതുമാണ്. അപ്പോൾ അതുകൊണ്ട് പറയുകയാണ്, അത് ഞാൻ ചിലർക്ക് ഞാൻ ഇത് കൊടുക്കാറുമുണ്ട്. അല്ലാതെ സീമലുള്ളാഹിൽ നിന്ന് ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു ഗ്രന്ഥത്തിന് ഇജാസത്ത് വാങ്ങിയത് മുത്തലക്കനാണത്, മുക്കയ്യതല്ല. അത് ഇന്നതിന് എന്ന് പറഞ്ഞല്ല, അതെനിക്ക് ഉപയോഗപ്പെടുത്താം. ഞാൻ അതിൽ നിന്ന് പലർക്കും പല കാര്യങ്ങളും പറഞ്ഞു കൊടുത്തിട്ട് പലരും എന്നോട് പല അനുഭവങ്ങളും പറഞ്ഞിട്ടുണ്ട്. കാരണം എനിക്ക് അവർ അനുമതി തന്നാണ്. കാരണം മുത്തലക്കൻ എന്ന് പറഞ്ഞാൽ അത് ഇന്നതിന് എന്ന് പറയുന്നില്ല, ഇജാസത്ത്, അനുമതി എന്നേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അതിൽ ഞാൻ ചൊല്ലാറുണ്ട്, ഞാൻ കൊടുക്കാറുണ്ട്, പറഞ്ഞു കൊടുക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ അതിൽപ്പെട്ടാണ് യാസീനൊക്കെ. ഞാൻ ചിലർക്കൊക്കെ യാസീൻ പറഞ്ഞു കൊടുത്ത് പലരും പല അത്ഭുതങ്ങളും എന്നോട് വന്ന് പറയാറുണ്ട്. കാരണം അത് എൻ്റെ കറാമത്തല്ല, സീമലുള്ളാഹിൻ്റെ കറാമത്ത്. അങ്ങനെ കേൾക്കേണ്ട എൻ്റെ കാണുന്നത്. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, എൻ്റെ അഡ്രസ്സ്, എൻ്റെ മൊത്തം മൂലധനം ഞാൻ പറഞ്ഞല്ലോ, 0 ബാലൻസാണെന്ന്, ഒന്നുമില്ലാന്ന്. അപ്പോൾ ഉള്ള ആളുകളോട് കൂടി അങ്ങനെ അങ്ങോട്ടോ, മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ടാമൊരു സൗരഭ്യം, കവിവചനമാണ്. മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ടാമൊരു സൗരഭ്യം. അപ്പം ആ കല്ലിനും അതിൻ്റെ ആ മണം കിട്ടും. ഉദാഹരണത്തിന് നമ്മളിപ്പം ഊതിൻ്റെ അത്ര ഉപയോഗിക്കാറുണ്ട്. എന്തിനാ? അതിൻ്റെ മണം കിട്ടാൻ വേണ്ടിയിട്ട്. നമ്മൾ വേർപ്പിൻ്റെ ദുർഗന്ധമാണ്. ആർക്കും വേർപ്പുണ്ട്? സുഗന്ധം റസൂലുള്ളാഹിയെ കണ്ടാണ്ട് നമ്മുടെ വേർപ്പിനൊക്കെ ദുർഗന്ധമല്ലേ. അപ്പോൾ നമ്മൾ ഊത് പറ്റുന്നതിനാണ് നമ്മൾ മണം, നമ്മുടെ ശരീരത്തിൻ്റെ വാസന നന്നായി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ സീമലുള്ളാഹിയുടെ ബറക്കത്തിനെ മുൻനിർത്തി പറയുകയാണ്, അത് ഞാൻ കൊടുക്കാറുണ്ട്. അപ്പോൾ ചിലർക്ക് എന്നോട് ചോദിച്ചു വാങ്ങാറുണ്ട്, അറിയുന്ന ആളുകൾ എനിക്ക് തരണം, അള്ളാഹുവിൻ്റെ അസ്മാവിൻ്റെ ഇജാസത്തൊക്കെ കൊടുക്കാറുണ്ട്. സീമലുള്ളാഹിൻ്റെ ഷെയ്ഖാണ് അസ്മാവിൽ. അസ്മാവിൽ ഞാൻ ചോദിച്ചിട്ട് വാങ്ങിയാണ് അവരോട്. ഞാൻ വാങ്ങിയ ഗ്രന്ഥത്തിലും അസ്മാവിൽ ഹുസ്ന ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ കൊടുക്കാറുണ്ട്, പറഞ്ഞു കൊടുക്കാറുണ്ട്. അല്ലാതെ പിന്നെ മൂപ്പര ഖലീഫ മുഖാന്തരമുള്ള ഇജാസത്തുകൊണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അത് കൊടുക്കാറുണ്ട്. ഇതൊക്കെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അവരുടെ വഴിയിലുള്ള അനന്തര സ്വത്തിന് എന്തെങ്കിലും ആവശ്യമുള്ളവരുണ്ടെങ്കിൽ സമീപിക്കാം എന്ന നിലക്ക് പറയുന്നതാണ്. അല്ലാതെ എനിക്കെന്തെങ്കിലും കാര്യലാഭത്തിന് വേണ്ടിയോ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയോ അല്ല പേരെടുക്കാൻ വേണ്ടിയോ ഒന്നുമല്ല. ഞങ്ങൾ ഇങ്ങനത്തെ ഒരു വീഡിയോയിൽ ജീവിതത്തിൽ ആദ്യമായിട്ടായിരിക്കും കാണുന്നുണ്ടാകുക. അത് തന്നെ ഞാൻ ക്ഷണിച്ചു വരുത്തിയൊന്നുമല്ല. അവരിന്നലെ അങ്ങനെ ആയിക്കോട്ടെ. കാരണം സീമലുള്ളാഹിനെ പറ്റിയുള്ള അറിവാണല്ലോ, അത് നഷ്ടപ്പെട്ടു പോകരുത്. ഞാനീ പറഞ്ഞ വിഷയം നിങ്ങൾ പലതും കേൾക്കാത്തതായിരിക്കും. പക്ഷെ ഫോർമലാണ്, ഔപചാരികമാണ്. നിങ്ങൾക്ക് എനി ഡൗട്ട്സ് യു ക്യാൻ അപ്രോച്ച് മീ ആൻഡ് ക്ലിയർ. വീണ്ടും പറയുകയാണ്, നിങ്ങൾക്ക് എന്നെ സമീപിക്കാം, അതെന്താക്കാം, ക്ലിയർ ചെയ്യാം. പിന്നെ ഇനി നമുക്ക് പറയാനുള്ളത് അവരുടെ കുടുംബത്തിൽപ്പെട്ട കാണാൻ പറ്റിയ ആളുടെ ചോദിക്കാറുണ്ട്. അവരുടെ കുടുംബത്തിൽ കാണാൻ പറ്റിയ ആളുകളുണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. ഉണ്ട്. പിന്നെ ഞാനതിൽ ഒരാളെ മാത്രമേ ഇപ്പോൾ റെക്കമെൻഡ് ചെയ്യൂ, ഒരാളെ മാത്രം. അതെന്താണെന്ന് ചോദിച്ചാൽ, അങ്ങനെയില്ല ഇങ്ങനെയില്ല എന്നൊന്നും ചോദിച്ചാൽ ഞാനിപ്പോൾ പറയില്ല. കാരണം അതൊക്കെ വിവാദ വിഷയങ്ങൾ ഉണ്ടാക്കി തുറക്കും.
അതുകൊണ്ടാണ് വിവാദമില്ലാത്തൊരു വിഷയമാണ് ഞാൻ പറയുന്നത്. എന്താണ്, എന്നാൽ തന്നെയും വിവാദമുണ്ട്. റഹ്മത്ത് ബീബി എന്ന് പറഞ്ഞിട്ട് പുല്ലാറൂർ ഭാഗത്ത് ഒരു മഹദി ജീവിച്ചിട്ടുണ്ട്. മൂപ്പരെ സഹോദരിയുടെ വകയിലുള്ള പിന്നെ പെങ്ങളുടെ വഴിയുള്ള ഒരു മകളാണ് റഹ്മത്ത് ബീബി. അവർ സീമലുല്ലാൻ്റെ വഴിയുള്ള ആ അനന്തര സ്വത്ത് കൈയാളുന്നൊരു വ്യക്തിയാണ്. അള്ളാഹുവിൻ്റെ ആരിഫ്യങ്ങളിൽപ്പെട്ട മഹദിയാണ് അവർ. പക്ഷേ അവർ ശരിക്ക് പ്രത്യക്ഷമായ എന്തില്ല, പ്രത്യക്ഷത്തിൽ അവർ എന്തെല്ലാം ക്ലിയർ എന്താ പറയുക അതിന്, അവർ മജ്ദൂബാണ്, ആൾ മജ്ദൂബാണ്. എന്നാലോ കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടുന്ന ഒരു കക്ഷിയാണ്. നിങ്ങൾക്ക് കാണാൻ ബർക്കത്തിന് കാണാൻ പറ്റിയ ആളാണ്. അവരെ കാണാൻ അത് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നു. വേറെ ആളെയും എന്നോട് ചോദിച്ചാൽ ഞാൻ പറയില്ല. കാരണം എന്താ, അതൊക്കെ വിവാദങ്ങളിലേക്ക് പോകും. കാരണം അവരുടെ കുടുംബത്തിൽ വേറെ ആരും കാണാൻ പറ്റുമെന്ന് ഞാൻ പറയില്ല ഇപ്പോൾ. കാരണം എന്താണെന്നാൽ അവരൊക്കെ ഓരോ ഗ്രൂപ്പിൻ്റെയും പല വിഷയങ്ങളായിട്ട് ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ടാണ് വിവാദം ഉണ്ടാകുന്നത്. ഇതില്ലായിരുന്നെങ്കിൽ ഞാനിപ്പോൾ പടച്ചോൻ്റെ വേണ്ടുകൊണ്ട് എപ്പിൻ്റെ ആളല്ല. ഒരു ഗ്രൂപ്പിലുമില്ല. ഞാൻ സുന്നത്ത് ജമാഅത്തിൻ്റെ ആളാണ്. ആരാണ് എൻ്റെ ആളെന്ന് സീമലുദയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ആധികാരികമായി ഈ APK ഒക്കെ സീമലുദാൻ അംഗീകരിക്കുന്ന ആളാണ്. ഇനി ലോകത്തുള്ള സുന്നിയത്തിലടിയുള്ള മുഴുവൻ ആളുകളും സീമലുദാൻ അംഗീകരിക്കുന്ന ആളാണ്. അത് ഔലിയാക്കന്മാരാവട്ടെ അല്ലാത്തവരാവട്ടെ ഒക്കെ സീമലുദാൻ അംഗീകരിക്കുന്ന ആളാണ്. അപ്പോൾ ഞാൻ CM-ൻ്റെ ആളാണ്, CM-ൻ്റെ ഒരു കുട്ടിയാണ് എന്നാണ് പറയാറ്. അതാണ് എൻ്റെ അഡ്രസ്സ്. അപ്പോൾ വേറെ അഡ്രസ്സ് എനിക്കില്ല. അപ്പോൾ ഞാനൊരു വിഭാഗത്തിൻ്റെ ആളല്ല. ഞാൻ എല്ലാൻ്റെ അടുത്ത് APക്കാർ വരാറുണ്ട്, ഈക്കക്കാർ വരാറുണ്ട്, അല്ലാത്തവരും വരാറുണ്ട്, മുജാഹിദ് വരെ വരാറുണ്ട്. അപ്പോൾ തുറന്ന് പറയാണ്. ഞാൻ ഇതും കളവല്ലേ പറയുന്നത്. നിങ്ങൾക്ക് എൻ്റെ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ അവിടെ ബഷീർ എന്ന് പറയുന്ന മുജാഹിദിലേക്ക് ചായവുള്ള ഒരാളുണ്ട്. അവൻ എൻ്റെ പ്രാർത്ഥന കാമ്യം പറയും. നിലവൻ പറഞ്ഞതറിയോ, നിങ്ങൾ ദീനിൽ നിഷ്കളങ്കനാണെന്നാണ്. കാരണം എന്താ, ഞാൻ സീമലുദാൻ്റെ ആളാണ്. കാരണം സീമലുദാൻ്റെ നിഷ്കളങ്കത എനിക്ക് അവരുടെ വർക്കത്തോട് കിട്ടിയിട്ടുണ്ട് ദീനിൻ്റെ കാര്യത്തിൽ. അവരുടെ ആളായിട്ടാണ് നമ്മൾ പറയുന്നത്. അവരങ്ങനെ തന്നെയാണ് APDKൻ്റെ ആളായിട്ട് ജീവിച്ച ആളല്ല സീമലുദായി തങ്ങൾ. അവർ അള്ളാഹുവിനും റസൂലിനും വേണ്ടി ജീവിച്ച, നബിയുടെ ഉമ്മത്തിൽ ഖിദ്മത്ത് ചെയ്യാൻ വേണ്ടി ജീവിച്ച ഒരാളാണ്. അപ്പോൾ ആ ചോദിച്ചുള്ള മറുപടിയാണ് ഞാൻ പറഞ്ഞത്. റഹ്മത്ത് ബീവി പുല്ലാരൂർ ഭാഗത്താണ്. ആർക്കും അന്വേഷിച്ചാൽ അറിയാം. അവർ എന്താണെന്ന് വെച്ചാൽ പ്രത്യക്ഷത്തിൽ നമുക്ക് അവരിൽ നിന്നൊന്നും മനസ്സിലാവില്ല. അവരുടെ അവസ്ഥ എങ്ങനെയാണ്. അവരുടെ സംസാരം തന്നെ പലപ്പോഴും അവ്യക്തമായിരിക്കും. പക്ഷേ അവർ ആരിഫ്യങ്ങളിൽപ്പെട്ട ഒരാളാണെന്ന് ഞാൻ സാക്ഷ്യം പറയുന്നു. അല്ലാതെ അവരുടെ കുടുംബത്തിൽ ഇനി ആരുണ്ടോ, അങ്ങനെയുണ്ടോ ഇങ്ങനെയുണ്ടോ എന്നൊന്നും ചോദിച്ചാൽ അതിൽ പറയാൻ ഞാൻ ആളല്ല. എനിക്കാരെയും പരിചയവുമില്ല. പരിചയമില്ലാത്തതുകൊണ്ട് തന്നെയാണ് പറയുന്നത് എനിക്കറിയില്ല എന്ന്. പക്ഷേ ഈ റഹ്മത്ത് ബീവിൻ്റെ അടുത്ത് ഞാൻ പോകാറുണ്ട് ബർക്കത്തെടുക്കാൻ വേണ്ടിയിട്ട്. കാരണം മഹദി അവരുടെ ബാക്കിയാണ്. വേറൊരാളുടെ അടുത്തും ഞാൻ പോകാറില്ല ബർക്കത്തെടുക്കാൻ വേണ്ടിയിട്ട്. അവരുടെ കുടുംബത്തിൽപ്പെട്ട ആരുടെ അടുത്തും ഉണ്ടാകാം, ഇല്ലാതിരിക്കാം, അതെൻ്റെ വിഷയമല്ല. എനിക്ക് ബോധ്യപ്പെട്ടത് ഇവരെയാണ്. ഞാൻ അവരെ കാണാറുണ്ട്. പിന്നെ അവരെ പറ്റി ഞാൻ പറഞ്ഞ ആക്ഷേപം അവരെ പറ്റിയുണ്ട്. സുഖമില്ലാത്ത പെണ്ണുങ്ങളല്ലേ നിൽക്കും പെട്ടെന്ന്. ഇവിടെ നിങ്ങളുടെ മുഖത്തുള്ള മൊത്തം ആൾക്ക് സൂക്കടാക്കാൻ നൽകാൻ നിങ്ങൾക്ക് സൂക്കടാവും അവസാനം. അങ്ങനെ ഇപ്പോൾ ഉണ്ടാകുക. അപ്പോൾ സൂക്ഷിച്ചോളൂ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്, നമുക്ക് തോന്നിയത് പറയാനുള്ള വേദിയല്ല ഈ ലോകം. ഇവിടെ അള്ളാഹു തആല പൊരുത്തപ്പെട്ടത് ചെയ്യുക, പൊരുത്തപ്പെട്ടത് സമ്പാദിക്കുക, പൊരുത്തപ്പെട്ടിട്ട് ഈ ലോകത്ത് നിന്ന് പോവുക. ഇതേ നമ്മുടെ ഡ്യൂട്ടി. ഇവിടെ നമ്മുടെ കർമ്മം അതാണ്. ഇത് കർമ്മലോകമാണ്. ഇവിടെ നമ്മൾ ചെയ്യേണ്ട കർമ്മം അതാണ്. അള്ളാഹു തആല കൽപ്പിച്ചതനുസരിച്ച് ജീവിക്കുക. സീമലുദാൻ ഞാനാണ് ജീവിച്ചത്. ഒരു സൂചിപ്പഴുത് പോലും ദുനിയാവിൽ നിന്ന് ബഹുമാനപ്പെട്ടവർ സമ്പാദിച്ചിട്ടില്ല. മരിച്ചത് വരെ ഒരു അന്യൻ്റെ വീട്ടിൽ കിടന്നിട്ട്, കോഴിക്കോടുള്ള മമ്മൂട്ടി മൂപ്പൻ്റെ വീട്ടിൽ കിടന്നാണ് മരിച്ചത്. സ്വന്തം വീട്ടിൽ കിടന്ന് പോലും മരിക്കാൻ തയ്യാറാവാത്ത ഒരു വ്യക്തിയായിരുന്നു ബഹുമാനപ്പെട്ട സീമലുദായി. 1 ഇഞ്ച് സെൻറ്റ് സ്ഥലം പോലും തൻ്റെ പേരിൽ സ്വത്തായിട്ടില്ല. അതൊക്കെ സ്വന്തം മനുഷ്യൻ്റെ മകന് കൊടുത്തു. കാരണം അവകാശിയാണല്ലോ, കൊടുത്തിട്ടുണ്ട്. ആ അറിവ് എൻ്റെ അടുത്തുണ്ട്. കാരണം അവർ ആധാരം വരെ ചെയ്തു കൊടുത്തില്ല. ഞാൻ തന്നെയാണ് ആധാരം എന്നാണ്. കാരണം സീമലുദായി തന്നെയാണ് ആധാരം. ആധാരം എന്നാണ് അടിസ്ഥാനം എന്നാണ് അർത്ഥം. അപ്പോൾ നമ്മളിപ്പോൾ പിന്നെ വില്ലേജിൽ നിന്ന് കിട്ടുന്ന ആധാരമല്ല ശരിക്കുള്ള ആധാരം. ആധാരം എന്ന് പറഞ്ഞാൽ ആരിഫ്യങ്ങളാണ്. കാരണം അവരെ പറ്റിയിട്ട് ഖുർആൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, സ്വാലിഹ്യങ്ങളാണ് ഈ ഭൂമിയുടെ അവകാശികളെന്ന്. ഭൂമിയുടെ അവകാശികൾ ഖുർആൻ പച്ചക്ക് ജനായത്ത് കാണിച്ചു തരും. എൻ്റെ ആയത്തുണ്ട്, ഖുർആനിൽ തന്നെയുണ്ട്, നസ്സുണ്ട്. അപ്പോൾ സീമലുദാൻ്റെ വിഷയത്തിൽ നിങ്ങൾക്ക് ബറക്കത്തെടുക്കാൻ പറ്റിയ ഒരാളെ ഞാൻ ഇപ്പോൾ പരിചയപ്പെടുത്തി. അവരുടെ പേര് റഹ്മത്ത് ബീബി എന്നാണ്. മനസ്സിലായോ? ഞാൻ ക്യാൻവാസ് ചെയ്യുന്നതല്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ പോയി കാണാം, നിർബന്ധിക്കുകയല്ല.